നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ കാണുകയുണ്ടായി. അവരുടെ മക്കൾക്ക് പിതാക്കന്മാർ ബാലശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചത് അവിടെ എബ്രായ ബൈബിളിലെ തിരുവനന്തപുരത്ത് നമ്മളൊരു 3 സ്ഥലത്തെങ്കിലും മക്കളെ സ്നേഹിക്കുന്ന മക്കളെ പിതാക്കന്മാർ ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് രണ്ട് ഭാഗം എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. എന്നാൽ ഒന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്നവരെയൊക്കെയും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുന്നവരെയൊക്കെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് എഴുതിയിരിക്കുന്നു. എന്നാൽ എബ്രായ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലൻ ഈ ശാസനയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പറയുന്നത് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കാനാണ് അധിക പങ്ക് സാധ്യത. കാരണം എബ്രായർ എഴുതിയത് ഏകദേശം AD 70 അടുത്ത കാലഘട്ടത്തിലാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് ഏകദേശം AD 95 എന്നുവെച്ചാൽ എബ്രായ ലേഖനം എഴുതിയതിനും ഒരു 25 വർഷത്തിന്റെ ശേഷമാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന, അത് ഒരു പക്ഷേ ഒന്ന് വായിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് അപ്പന്മാര് പിതാക്കന്മാര് ശിക്ഷിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പം നിശ്ചയമായിട്ടും അത് നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ അത് സദൃശ്യവാക്യത്തിലെയും ഇയ്യോബിന്റെ പുസ്തകത്തിലെയും ഉദ്ധരണികൾ അവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇങ്ങനെ അവരോട് പറഞ്ഞ് ഇങ്ങനെ ഉള്ള പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ, ഈ സദൃശ്യവാക്യത്തിലും ഇയ്യോബിന്റെ പുസ്തകത്തിലുമുള്ള ഈ പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ അവര് മറന്നു കളയരുത് എന്നുള്ള ധ്വനിയിലാണ് മറന്നു കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ മറന്നു പോകരുത് എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ഈ ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ ആവശ്യകത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഇവര് വിശ്വാസത്തിന് വേണ്ടി വളരെ പോരാട്ടം കഴിച്ചവരാണ്. നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ എന്ന് എബ്രായ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലൻ പറയുന്നു. തന്നെയല്ല അവരുടെ സമ്പത്തിന്റെ അപകാരം ഒരു സന്തോഷത്തോടെ സഹിച്ചവരാണ്. എന്നിട്ട് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവര് കാടുകളിലും മലകളുടെ പിളർപ്പുകളിലും പാറകളുടെ പിളർപ്പിലും മലയിലും എല്ലാം ഉഴന്നു വലഞ്ഞവരാണ്. അവർ തങ്ങളെ തന്നെ ഗൗനിക്കാതെ ഈർച്ചവാളാൽ അറുക്കപ്പെടാനും വാളാൽ കൊല്ലപ്പെടാനും ഒക്കെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ആളുകളെ ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് മുൻപായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയ പഴയ നിയമ വിശുദ്ധന്മാര് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ഇത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു റൂട്ടിലേക്ക് ഇവരെ പറഞ്ഞ് കൊണ്ടുവരുവാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. ഇതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ. 7-ാമത്തെ വാക്യം, ആ വാക്യം എന്ന 6-ാമത്തെ വാക്യം നമ്മൾ നിർത്തിയത്. 7-ാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. ശിക്ഷ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടു. ഡിസിപ്ലിനിങ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ ശിക്ഷണം എന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിക്ഷണം എന്നുള്ള അർത്ഥത്തിലായ വാക്കാണ് ശിക്ഷ എന്നല്ല. ശിക്ഷ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തതിന് ശേഷം കൊടുക്കുന്നതാണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. ശിക്ഷണം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ അവരെ നടത്തുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന, കടന്നു പോകാൻ ദൈവം അവരെ ഉത്സാഹിപ്പിക്കുന്ന വഴികളിൽ കൂടെ കടന്നു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ശിക്ഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോ ഉദാഹരണത്തിന് കാട്ടിൽ കിടക്കുന്ന ഒരു ആനയെ പിടിക്കുന്നു. ആനയെ പിടിച്ചിട്ട് ഒരു നാട്ടാനയായി തീരുന്നത് അതിനെ വളരെ ശക്തമായ ശിക്ഷണത്തിൽ കൂടെ അതിനെ കടത്തി വിട്ടിട്ടാണ്.
അങ്ങനെ അതിനെ ശിക്ഷണം നിർബന്ധമാണ്, അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ഒരു ആനക്കാരന് എന്താണോ അതിനോട് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് അതിനെ മെരുക്കി കൊണ്ടു നടക്കാൻ കഴിയത്തുള്ളൂ. എന്ന പോലെ ദൈവത്തെ അറിയാതിരിക്കുന്ന, ദൈവ വഴിയിൽ നടക്കാൻ ഒട്ടും മനസ്സില്ലാതിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം കാലാകാലങ്ങളിൽ വിളിച്ച് അതിനുള്ളൊരു മനസ്സും ഹൃദയവും താല്പര്യവും എല്ലാം നമ്മൾ തന്ന് അതിനുവേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നതിന് ശേഷം ദൈവത്തിന്റെ ഇഷ്ടമുള്ള വഴിയിൽ നമ്മളെ നടത്തുന്നതിന് വേണ്ടി ദൈവം പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ തകർത്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് എന്ന് നമ്മളെ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഇഷ്ടത്തിലേക്ക് നമ്മളെ തിരിക്കുന്ന പ്രക്രിയയാണ് ശിക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ദൈവം പൗലോസ് നിഗളിച്ചു പോയതിന് ശേഷമല്ല, വെളിപ്പാടിന്റെ ആധിക്യം മൂലം താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോ നിഗളിച്ചു പോയതിന് ശേഷമുള്ള പണിഷ്മെന്റ് അല്ല, അത് ശിക്ഷയല്ല, അത് നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം കൊടുത്ത ശിക്ഷണമായിരുന്നു. എന്നപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് പലപ്പോഴും നമ്മളെ ആഗ്രഹിക്കുന്ന വഴിയിൽ നമ്മളെ വിടാതെ ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മളെ തിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവം ഇങ്ങനത്തെ വഴികൾ നടത്തിയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നടത്തിയിട്ടില്ല എങ്കിൽ എന്താണ് എന്നുള്ള അടുത്ത ഭാഗം വായിക്കും. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗരടയന്മാരത്രേ. അപ്പൊ ഇങ്ങനത്തെ വഴികളിൽ ദൈവം നമ്മളെ ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ന്യായമായി ഒരു അനുമാനത്തിൽ എത്തേണ്ടത് ആവശ്യമുണ്ട്. കാരണം മക്കളാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആ മക്കളെല്ലാം ദൈവം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു ശിക്ഷണവും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ ശാസനകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ആണെങ്കിൽ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ ഏൽക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളെല്ലാം കൗരടയന്മാരല്ലേ. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ധാരാളം വണ്ടികൾ കടന്നു പോകുന്ന റോഡ്, ആ റോഡില് 4 വയസ്സുള്ള നമ്മുടെ കുഞ്ഞ് പന്ത് കളിക്കാൻ വേണ്ടി റോഡിൽ നിന്ന് പന്ത് കളിക്കുകയാണെങ്കിൽ നമ്മൾ കയറിപ്പോകാൻ പറയും. അപ്പൊ കയറിപ്പോകാനും വിസമ്മതിക്കുകയാണെങ്കിൽ പല കുഞ്ഞുങ്ങളും പന്ത് കളിക്കുന്നുണ്ട് വഴി, നമ്മൾ കയറിപ്പോകാൻ അവൻ വിസമ്മതിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലൊരു ചുള്ളിപ്പടി എടുത്ത് 2 അടിയും കൂടെ കൊടുത്തിട്ട് കയറിപ്പോടാന്ന് പറഞ്ഞ് ഇച്ചിരി ഷൗട്ട് ചെയ്തിട്ട് ഒച്ച നമ്മൾ പറഞ്ഞവർ ആ റോഡിൽ നിന്ന് കയറ്റി കൊടുക്കും. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ അന്യന്റെ ഒരു കുഞ്ഞിനെ നമ്മൾ അങ്ങനെ ചെയ്താൽ അത് ഈ കാലത്ത് അത് വലിയ പ്രശ്നമാക്കി. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നമുക്ക് വളരെ ശക്തമായ ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ടും ആ കുഞ്ഞിന്റെ ജീവന് അപായപ്പെടാൻ, അവന്റെ പ്രാണൻ നഷ്ടപ്പെടാൻ, ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏത് കാര്യത്തിൽ അവനെ അല്പം ഫോഴ്സ് ചെലുത്തിയാണെങ്കിൽ പിന്തിരിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം ആവശ്യം ഒരു അപ്പനുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ആത്മാക്കളുടെ ഉടയവൻ ആകൊണ്ടും ദൈവം നമ്മളെ കുറിച്ച് ഏറ്റവും നല്ലത് ചിന്തിക്കുന്നതുകൊണ്ടും ലോകത്തിലുള്ള പിതാക്കന്മാരെക്കാൾ അധികം ദൈവം ഏറ്റവും നല്ലത് ചിന്തിക്കുന്നതുകൊണ്ടും ദൈവം പലപ്പോഴും നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ വിടാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ തിരിക്കേണ്ടതിന് വേണ്ടി ദൈവം നമുക്ക് ബാലശിക്ഷ നൽകുന്നുണ്ട്. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്, നമ്മളെ ദൈവം തിരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞ താല്പര്യം. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഇനി 9ാമത്തെ വാക്യം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ, ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ. അപ്പൊ നമ്മുടെ ജഡപ്രകാരമുള്ള നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാർ നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ അവരെ അനുസരിച്ചു. അല്ല, അവരെ നമ്മൾ ധിക്കരിക്കല്ല ചെയ്തത്. ഒരുപക്ഷെ മനസ്സില്ലാതെ ആയിരിക്കാം എങ്കിൽ പോലും നമ്മൾ അവരെ അനുസരിച്ചു പോന്നു. അപ്പം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആത്മാക്കളുടെ ഉടയവനായ ദൈവത്തെ, പിതാവിനെ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം എത്രയധികം ആ സ്വർഗസ്ഥനായ പിതാവിന് കീഴടങ്ങേണ്ടതല്ലയോ.
അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാൽ ഇവർ പലവിധമായ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും എല്ലാം ഈ എബ്രായ മതത്തിൽ നിന്ന് ഇവർ സ്വീകരിക്കുന്നുണ്ട്, ഇവർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ഇവരെ ഈ എബ്രായ മതത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങി പോകാൻ ഇവരെ ഉത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളായി തീർന്നിട്ടുണ്ട്. കാരണം ഈ എബ്രായ മതത്തിൽ നിന്ന് ഈ ക്രിസ്തു മതം സ്വീകരിച്ച്, ക്രിസ്തീയ മാർഗം സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് വന്നത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഈ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ, ഈ എബ്രായ മതത്തിലേക്ക് തന്നെ ഇവർ മടങ്ങി പോവുകയാണെങ്കിൽ ഇവർക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെ ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒന്നും അനുഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഇവരുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇവർ ഒരു ഒളിച്ചോട്ടം എന്നതുപോലെ ഇവർ എബ്രായ മതത്തിലേക്ക് തന്നെ മടങ്ങി പോകണമോ, അതോ ഇതെല്ലാം ദൈവം തരുന്ന പാരിശിക്ഷകളും ശിക്ഷണങ്ങളും ഒക്കെയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ ഉടയവനായ സ്വർഗസ്വനായ പിതാവിന് കീഴടങ്ങി ജീവിക്കണമോ എന്നുള്ള തീരുമാനം അവരുടെ മുമ്പിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോസ്തലൻ വെക്കുക. അപ്പോ ഇങ്ങനെ ഈ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലിന് വേണ്ടി ദൈവം തരുന്ന ഈ ബാലശിക്ഷകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണമോ, അതോ നിങ്ങൾ അത് അനുസരിച്ച് ആ ആത്മാക്കളുടെ ഉടയവനായ പിതാവിന് കീഴടങ്ങി ജീവിക്കണമോ? നമ്മുടെ പിതാക്കന്മാർ, ജഡപ്രകാരമുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തപ്പോൾ നാം അവരെ കീഴടങ്ങി അവരെ അനുസരിച്ച് പോന്നല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്വനായ നമ്മുടെ പിതാവ്, ആത്മാക്കളുടെ ഉടയവനായ സ്വർഗസ്വനായ പിതാവിന്, ഈ പിതാവ് നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം എത്രയധികം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ എന്ന് ഇവരെ പ്രബോധിപ്പിക്കുക. അതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, അവർ ശിക്ഷിച്ചത്, അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാർ, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവർ ശിക്ഷിച്ചത് നമ്മളൊരു ശിക്ഷിക്കാൻ പ്രായമാകുന്നത് മുതൽ കുറെ വലുതാകുന്ന ശിക്ഷിച്ചു കാണും. ഇപ്പൊ അതിന് ശേഷം കുറെ വലുതായി 10, 20, 25 വയസ്സ് നമ്മുടെ മോന് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഉപദേശങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെറുപ്പകാലത്ത് കൊടുത്ത പോലെ നല്ല ചുള്ളിൽ പടിയെടുത്ത് ഈർക്കിലെടുത്ത് നല്ല അടിയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആ 10, 25 വയസ്സായ മോനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപക്ഷെ വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. അവരെ ശാസിക്കുകയല്ലെന്നോ തിരുത്തുകയല്ലെന്നോ ഉപദേശിക്കുകയല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇവര് നമ്മുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാര് എങ്ങനെ ചെയ്തു പോകുന്ന, അവര് ശിക്ഷിച്ചത് കുറെ കാലത്തേക്കാണ്, എല്ലാ കാലത്തേക്കുമല്ല, സദാകാലത്തേക്കുമല്ല. അല്ലെങ്കിൽ അവർ ശിക്ഷിച്ച കുറെ കാലത്തേക്കാണ്. അവർ ശിക്ഷിച്ചതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കുറെ കാലത്തേക്കാണ്. കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചതിന് പ്രത്യേക നിബന്ധനകളൊന്നുമില്ലായിരുന്നു. ഒരു അപ്പൻ അവന്റെ മോനെ അടിക്കുന്നത് ഒരു ഈർക്കിലി കൊണ്ടാണെങ്കിൽ വേറൊരപ്പൻ അവനെ അടിക്കുന്നത് ഒരു പക്ഷെ നല്ല വള്ളിച്ചൂരിൽ, അരിച്ചൂരിൽ എന്ന് പറയുന്നത് നമ്മുടെ ചൂരിൽ വടി കൊണ്ടായിരിക്കും. എന്നാൽ വേറൊരുത്തൻ അടിക്കത്തില്ലായിരിക്കും, അവനെ ഒരു നല്ലൊരു കിഴുക്ക് ഒരു നുള്ള് വെച്ചു കൊടുക്കുള്ളായിരിക്കും. ഇങ്ങനെ ഓരോ പിതാക്കന്മാരും തങ്ങളുടെ മക്കളെ ശിക്ഷിച്ചു പോകുന്നത് തങ്ങൾക്ക് ബോധിച്ച പോലെ, അല്ല പൊതുവായിട്ടൊരു മാനദണ്ഡമൊന്നും ആ ശിക്ഷയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഓരോരുത്തർക്ക് അവരവരുടെ കയ്യിൽ കിട്ടുന്ന ശിക്ഷണത്തിന് വേണ്ടി കിട്ടുന്നത് എന്താണോ ആ വടിയോ അല്ല അതുകൊണ്ട് ആണ് അവർ ശിക്ഷിച്ചു പോകുന്നത്. പൊതുവായ മാനദണ്ഡമൊന്നും ഇല്ലായിരുന്നു. അവർ ശിക്ഷിച്ചത്, അതവിടെ പറഞ്ഞു, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവൻ എന്ന് പറഞ്ഞ ഇവിടെ ദൈവത്തെ കുറിച്ച്, നമ്മുടെ സ്വർഗസ്വനായ പിതാവിനെ കുറിച്ച് രണ്ടാമത് പറഞ്ഞിരുന്നു. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അപ്പൊ ഈ സ്വർഗസ്വനായ നമ്മുടെ പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നത് അതിന് കോമണായ പൊതുവായ ഒരു ഉദ്ദേശമുള്ള എല്ലാ മക്കളെ കുറിച്ചും, സ്വർഗസ്വനായ പിതാവിന്റെ എല്ലാ മക്കളെ കുറിച്ചും ആ പിതാവിനുള്ള ഉദ്ദേശം ഏക ഉദ്ദേശം, ഒരേ ഒരു ഉദ്ദേശമാണ്. അല്ല ഓരോ മക്കളെ കുറിച്ചും ഓരോ ഉദ്ദേശമല്ല. അവർ സ്വർഗസ്വനായ നമ്മുടെ പിതാവിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ നമുക്ക് കാണാതെ അറിയുന്ന പോലെ നമുക്ക് അറിയാം, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകും, അഥവാ ആദ്യജാതനായിരിക്കുന്ന
നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകരുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വരൂപം നാമും പ്രാപിക്കണം എന്നുള്ളതാണ് സ്വർഗസ്വനായ പിതാവിന്റെ എല്ലാ മക്കളെ കുറിച്ചുള്ള പൊതുവായ അതും ആത്യന്തികവുമായ ദൈവത്തിന്റെ ആഗ്രഹവും ഉദ്ദേശം. അതിനുവേണ്ടിയാണ് സ്വർഗസ്വനായ പിതാവ് നമ്മെ ശിക്ഷിക്കുന്നതും ശിക്ഷണത്തിൽ കൂടി നടത്തുന്നതും ശാസിക്കുന്നതും ഒക്കെ. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ ചെയ്യുന്നത് അവർക്ക് ബോധിച്ച പോലായിരുന്നു, അത് കുറെ കാലത്തേക്കായിരുന്നു. എന്നാൽ സ്വർഗസ്വനായ നമ്മുടെ പിതാവ് നമ്മളെ ശിക്ഷണത്തിൽ കൂടെ ശാസനയിൽ കൂടെ നടത്തുന്നതിന്റെ ഗുണം, അതിന്റെ റിസൾട്ട് നിത്യകാലം മുഴുവനും നീണ്ടു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, ഇതിന്റെ രണ്ടാം ഭാഗം പറയുന്നു, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പോൾ സ്വർഗസ്വനായ പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം അവന്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. അവൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെയാണ്. അപ്പൊ ആ ദൈവത്തിന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചത് അവരുടെ വിശുദ്ധി പ്രാപിക്കാനൊന്നുമല്ല, നമ്മൾ നന്നാകണം എന്നുള്ള താല്പര്യം അവരുടെ ഉള്ളിനുള്ളിലുണ്ട് എന്നുള്ള സത്യമായിരിക്കെ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ സർവസ്വനായ പിതാവ് തന്റെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തതെല്ലാം ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകേണ്ട നാം പ്രാപിക്കേണ്ട ഒരു വിശുദ്ധീകരണമുണ്ട്. കർത്താവ് നമ്മളെ നീതീകരിച്ചു എന്നുള്ള സത്യമാണ്. എന്നാൽ ആ നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നാം ഉടനീളം കാണും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിക്ക് ശേഷം റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ പഠിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം, ആ വിശുദ്ധീകരണം എന്നുള്ള ഒരു പ്രോസസ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആ തിരുവെഴുത്തുകളെല്ലാം വളരെ ശക്തമായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തത് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കും. കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരണം. അതിനുവേണ്ടിയാണ് പിതാവ് നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. ഏതെങ്കിലും ഒരു 4 വയസ്സുള്ള കൊച്ച്, അവന്റെ പിതാവ് നല്ല 2 അടി അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അനുസരിക്കാൻ വേണ്ടി നല്ല 2 അടി അവന് വെച്ചു കൊടുത്തിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അവര് കരയും, അല്ലെങ്കിൽ അവർക്ക് ഈ അടിച്ച അടിയോട് അത്ര താല്പര്യം ഉണ്ടാകുകയില്ല, നീരസം ഉണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഈ ഇത്ര സ്നേഹമുള്ള ദൈവമാണെങ്കിൽ എന്തിനാ ചെയ്യുന്നതിനുള്ള ചോദ്യം ചോദിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ദൈവത്തിന്റെ ഈ ശാസനകളും ശിക്ഷണങ്ങളും ഒക്കെ എന്തിന് ദൈവം ഇങ്ങനെ ചെയ്യുന്നു എന്ന് നാം ഒരു മറുചോദ്യം ചോദിക്കുന്നവരാണ് നമ്മൾ മിക്കപേരും പല സമയങ്ങളിലും. അതിന്റെ എന്തിനു വേണ്ടി ദൈവം ചെയ്തു എന്നുള്ള ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. അവന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. ആ വിശുദ്ധി നാം പ്രാപിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു, പിന്നത്തേതിലും 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. തൽക്കാലം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്തിനാ ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുന്നത് എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനാൽ അഭ്യസനം വന്നവർക്ക്, അതിനൊരു പ്രാക്ടീസ് വന്നവർക്ക്, അഭ്യാസനം വന്നവർക്ക്, അതിൽ നിരന്തരമായി ആ വഴിയിലൂടെ നടക്കുന്നവർക്ക്, പ്രയാസത്തിന്റെയും ഞെരുക്കത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും എല്ലാ വഴിയിലൂടെ നടക്കുന്നവർക്ക്, ആ നടപ്പിന് ദൈവം അവരെ സഹായിക്കുന്നു എന്നുള്ള കാരണത്താൽ ആ നടപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം നാൾ കഴിയുന്തോറും അവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടല്ല, ഒരു ഞെരുക്കമല്ല, ഒരു സഹിക്കാൻ വയ്യാത്ത കാര്യമല്ല. നേരെ മറിച്ച് അത് വളരെ സന്തോഷകരമായി നടക്കത്തക്ക രീതിയിൽ അവരുടെ ആ നടപ്പിനെ ദൈവം സാധ്യമാക്കി കൊടുക്കും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വെളിപ്പെടേണ്ടതിന്
യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പലപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ അവരെ തന്നെ മരണത്തിന് അവരെ ഏൽപ്പിച്ചത് കൊണ്ട്, മരണം എന്ന് പറഞ്ഞാൽ ശാരീരികമായ മരണത്തെ കുറിച്ചല്ല, സ്വന്തം ഇഷ്ടങ്ങളുടെ മരണത്തെയാ പറയുന്നത്. സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവരെ തന്നെ വിധേയപ്പെടുത്തിയത് കൊണ്ട് അവരിൽ ഒരു ദൈവിക ജീവൻ അവരിൽ ഉളവാകുകയും അത് പ്രകടമായി മറ്റുള്ളവർ ദർശിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ അത് പ്രകടമാക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആ അവസ്ഥയിൽ കൂടെ നാം നടക്കാൻ ഇടയാകും. ദൈവത്തിന്റെ ശാസനയെ നാം നിരസിക്കാതെ അത് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് ആത്മാക്കളുടെ ഉടയവനായ സ്വർഗസ്വനായ പിതാവിന് കീഴടങ്ങിക്കൊണ്ട് കർത്താവിന്റെ ശാസനകളും ഗുണീകരണത്തിനുള്ള വഴിയിലൂടെ നടക്കാനുള്ള ദൈവത്തിന്റെ ഉത്സാഹിപ്പിക്കലും എല്ലാം ഏറ്റുകൊണ്ട് നാം നടന്നാൽ വളരെ സന്തോഷകരമായ നടപ്പിൽ അത് അവസാനിക്കും എന്ന് മാത്രമല്ല, നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമുക്ക് കിട്ടുന്ന അതിന്റെ അന്തം നീതിയാണ് എന്ന് നമുക്ക് ദൈവത്തിന്റെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 12ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും പുറത്തുവീഴും. 13ാമത്തെ വാക്യം: മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിൽ പാദം നിരത്തുകയും. 12ാമത്തെ വാക്യം: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും. എന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ ഇവരുടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവരുടെ കൈയും കാലും കുഴഞ്ഞു പോയിട്ടുണ്ട്. ആകയാൽ തളർന്ന കൈയെ കുഴഞ്ഞ മുഴങ്കാല് അത് നിവർത്തണം. അപ്പൊ ഇവരുടെ കൈ തളർന്നു പോയിട്ടുണ്ട്, കൈ തളർന്നു പോയിട്ടുണ്ട്, മുഴങ്കാല് കുഴഞ്ഞും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ കൈയും കാലും ഇവർ നിവർത്തേണ്ടത് ആവശ്യം. ഇവർ നിവർത്തിയില്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുടന്തുള്ളത്. ഇപ്പോൾ തന്നെ മുടന്തിയാണ് നടക്കുന്നത്. എന്നാൽ ആ മുടന്തിയുള്ള നടപ്പ് ഒത്തിരി അങ്ങനെ മുടന്തി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ മുടന്തിയുള്ള നടപ്പാണ് നടക്കുന്നതെങ്കിൽ അത് ഉളുക്കിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മുടന്തി നടക്കാതെ ഇരിക്കണമെങ്കിൽ, അഥവാ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ മുടന്തി നടക്കുന്നത് ഉളുക്കിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുകയും മുടന്നുള്ള ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടത് നിങ്ങളുടെ കാലിന്റെ പാത നിരത്തി. അവരുടെ കാലിന് പാദം നിരത്തേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ ശാസനകളും ശിക്ഷണങ്ങളും ഒക്കെ അവർ അനുഭവിക്കുന്നതുകൊണ്ട് അവർ മടങ്ങിപ്പോവുകയല്ല വേണ്ടത്. ഈ വഴിയിൽ തന്നെ അവർ സ്ഥിരതയുള്ളവരായി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്ഥിരതയുള്ളവരായി ഈ വഴിയിൽ നിൽക്കാൻ അവരെ തന്നെ ദൈവത്തിന്റെ ശാസനയ്ക്കും ശിക്ഷണത്തിനും ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം അവരുടെ യാത്രയെ സഫലമാക്കുകയും അവരുടെ വഴിയെ ദൈവം നിരപ്പാക്കി കൊടുക്കുകയും ചെയ്യും. 14ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എല്ലാവരോടും സമാധാനമായി ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ദൈവത്തിന്റെ മരുന്ന് നാം കാണുന്നത് സകല മനുഷ്യരോടും, എല്ലാ മനുഷ്യരോടും നാം സമാധാനമുള്ളവരായിരിക്കണം. അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പലരോടും നമുക്ക് സമാധാനക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുമായിട്ട് സഹകരിക്കുന്നവരും നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുന്നവരുമായിട്ട് സമാധാനം ആചരിച്ച് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ നമ്മളുമായിട്ട് വിയോജിക്കുന്നവരോടും നമ്മളുമായിട്ട് ഏതെങ്കിലും തരത്തില് നമ്മളുടെ ചെയ്തികളെയോ നമ്മുടെ സംസാരങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ രീതികളെയോ പിടിക്കാതെ ഉള്ള ആളുകളുമായിട്ട് നമുക്ക് സമാധാനത്തിൽ പോകാൻ, നമ്മൾക്ക് അവരോട് സമാധാനത്തിൽ പോകാൻ അത്ര ഈസിയായ എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാവരോടും, സകല മനുഷ്യരോടും സമാധാനം ആചരിക്കാം. അങ്ങനെ സമാധാനം ആചരിക്കുന്ന വഴി നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കാനിടയാണ്. എല്ലാവരോടും സമാധാനം ആചരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. കാരണം അവര് നമ്മളെ പല വിധത്തിലും പ്രയാസപ്പെടുത്തിയവരോ അല്ലെ ഉപദ്രവിക്കാൻ മനസ്സ് വെക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തരത്തിൽ നമുക്കെതിരായിട്ടുള്ളവരായിരിക്കും അവർ. അപ്പൊ അങ്ങനെയുള്ളവരോടും ഒരു സമാധാനം ആചരിച്ച് അവരെ കാണുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ
ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അവരെ കാണുമ്പോൾ ചിരിക്കാനോ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു കയ്പുമില്ലാതെ അവരോട് ഇടപെടാനോ നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് സമാധാനമായിട്ട് അവരോട് സമാധാനമാണെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെ എന്ന് മാത്രമല്ല, അങ്ങനെയാണ് എങ്കിൽ ശുദ്ധീകരണത്തിന്റെ വഴിയിൽ നമുക്ക് നടക്കാൻ നമ്മൾ കഴിയാത്തവരായിത്തീരും. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. അപ്പൊ ആ ശുദ്ധീകരണത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കണമെങ്കിൽ എല്ലാ മനുഷ്യരോടും നമ്മൾ സമാധാനം ആചരിക്കുന്നവരായിത്തീരണം. അങ്ങനെ സമാധാനം എല്ലാവരും മനുഷ്യരോടും സമാധാനം ആചരിക്കുന്ന വഴി നമുക്കൊരു ശുദ്ധീകരണം ലഭിക്കാനിടയാകും. ആ ശുദ്ധീകരണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, നമ്മുടെ ശുദ്ധീകരണമാണ്. അപ്പൊ ആ രീതിയിലും എല്ലാ മനുഷ്യരോടും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവരോടും നമ്മൾ അവരോടെല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, എല്ലാ മനുഷ്യരോടും. നമുക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെ ജഡരക്തങ്ങളോട് പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യൻ നമ്മളെ ചീത്ത പറയുന്നു അല്ലെ ഉപദ്രവിക്കുന്നു, ഉടനെ നമുക്ക് വരുന്ന ചിന്ത, ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമില്ല, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളും സ്വർഗങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അല്ലെങ്കിൽ ഇവരിൽ പ്രവർത്തിക്കുന്ന ആ ഇരുട്ടിന്റെ ശക്തിയോടാണ് എനിക്ക് പോരാട്ടമുള്ളതെന്ന് ആയിരിക്കത്തില്ല പെട്ടെന്ന് നമ്മുടെ ചിന്ത വരുന്നു. നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരുന്നത് ആ വ്യക്തിയോട് തന്നെ നമ്മൾ മറുപടി പറയുന്നതും തർക്കുത്തരം പറയുന്നവരും അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ അവനോട് വിയോജിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ആയിരിക്കും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഈ ദൈവത്തിന്റെ ഈ ശാസനയുടെയും ശിക്ഷണത്തിലൂടെയും വഴിയിൽ നടക്കുവാണെങ്കിൽ, സാവകാശമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അല്ലാത്ത വാഴ്ചകളോടും അധികാരങ്ങളോടും വ്യക്തിയോടല്ലാതെ അവനിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തോട് നമ്മൾ പോരാട്ടമുള്ളവരായി നമുക്ക് തീരാൻ കഴിയും, ആ വ്യക്തിയോടല്ലാതെ. അടുത്ത വാക്യം ഇങ്ങനെ എഴുതി, ശുദ്ധീകരണം പ്രാപിപ്പാൻ ആരും കർത്താവിന്റെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. 15ാമത്തെ വാക്യത്തില്, ആരും ദൈവ കൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും 15ാമത്തെ വാക്യമാണ്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനം. നമുക്കറിയാം, ഈ അനേകർ ഇപ്പോ അശ്വര്യ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പോലും ആദ്യത്തെ രാജാവായിരുന്ന ശൗല്, അതിനുശേഷം ശൗല് 40 വർഷം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശൗല് 40 വർഷം ഇസ്രായേൽ രാജാവായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കേവലം 2 വർഷം മാത്രമേ ശൗല് രാജാവായിട്ട് ഉള്ളൂ. ദൈവത്തിന് മുൻപാകെ അതാണ് നമ്മുടെ ശൗലിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഈ ശൗല് തെറ്റിപ്പോയി. എങ്ങനെ തെറ്റിപ്പോയത്? എങ്ങനെ? ശൗലിന്റെ ഉള്ളിൽ ഒരു കയ്പ് ഉണ്ടായി. കാരണം ദാവീദ് പട്ടണത്തിൽ കൂടെ നടന്നു പോയപ്പോ ആ യെരുശലേമിലുള്ള സ്ത്രീകള് ഇങ്ങനെ വിളിച്ചു പറയാനിടയായി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. നമ്മളവിടെ വായിക്കുന്നത്, അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി നമ്മൾ വായിക്കുന്നു. ദാവീദിനെ ശൗല് ഉപദ്രവിക്കാനും കൊന്നുകളയാനും ഒക്കെ കാരണമായ കാര്യം ഈ മറ്റുള്ളവര് ദാവീദിനെ കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു, ശൗലിനെ കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിന് കണ്ണുകടി. അതിന്റെ അവസാനം എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം ശത്രുക്കളുടെ മുമ്പിൽ തോറ്റ്, എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷ തോറ്റ് ചുന്നം പാടേണ്ടി വന്നു. ഈ ശൗലും മോൻ യോനാഥാനും മരിച്ചുപോയി, പർവ്വതങ്ങളിൽ പട്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, വല്ല കയ്പുള്ള വേരും മുളച്ച് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മറ്റുള്ളവരോടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്,
ഇത് നമ്മൾ കാണാമല്ലോ, ഈ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെ മത സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അത് ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട്, ഓരോ പക്ഷം തിരിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് ഇങ്ങനെ വലുതായി വരുന്നതാണ് മറ്റേ ഗ്രൂപ്പിനും ഈ ഗ്രൂപ്പിനും തമ്മിലുള്ള മത്സരമായി. അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, അതിന്റെ യഥാർത്ഥമായ ആ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചിന്തിച്ച പോലെ ശൗലിന്റെ ജീവിതത്തിൽ ദാവീദിനോട് ഒരു കണ്ണുകടി തുടങ്ങി. ആ കണ്ണുകടിയുടെ അവസാനം എത്തിയത് ഈ ഈ രാജ്യത്തിന്റെ മൊത്തം പരാജയത്തിലാണ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, വല്ല കയ്പുള്ള വേര് മുളച്ച് അനേകരതിനാൽ മല്ലപ്പെടും. അങ്ങനെ ദൈവകരപ്പെട്ട കുമാരിയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കുണ്ടാക്കി അതിനാൽ മല്ലപ്പെടുകയും, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവാസം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും. ഇതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ പകുതി ഭാഗമാണ് നമ്മൾ ഇപ്പൊ ചിന്തിച്ചത്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കയ്പുള്ള വേര് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ നമ്മൾ അത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലാതെ ഒരിക്കലും പറയരുത്. ദൈവഭയത്തോടെ ജീവിക്കുമ്പോൾ പോലും, നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ മനസ്സ് വെച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ആരെല്ലാം ഓടിപ്പോയാൽ ഞാൻ നിന്റെ കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. യേശു പറഞ്ഞു, പത്രോസ്, അല്ലല്ല, അങ്ങനൊന്നും അല്ല, ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നിന്നെ തള്ളി പറയും. ആദ്യം പത്രോസ് യേശുവിനോട് പറഞ്ഞു, വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥതയോടെ പറഞ്ഞത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ തള്ളി പറയാൻ സാധ്യതയുണ്ട്. സത്യം അത് ദൈവത്തിന് അറിയാമായിരുന്നു, പത്രോസിന് മനസ്സിലാക്കാൻ കഴിയില്ല. തന്നെ യേശുവിനെ ഒറ്റ കൊടുത്തിരുന്ന അന്ന് രാത്രി അവിടെ പറയുന്നു, നമ്മൾ കാണുന്നത്, യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് യേശു പറഞ്ഞു. അപ്പൊ ഈ 12 പേരും അത് ഞാനോ. കാരണം ഒരു പക്ഷേ യാക്കോബിനോ യോഹന്നാനോ പത്രോസിനോ പോലും ഇതിനുള്ള സാധ്യത ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞാനാണ്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മൾ ആരും തികഞ്ഞവരല്ല, ആ തികവിലേക്ക് നമ്മൾ ആയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കയ്പുള്ള വേര് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കയ്പുള്ള വേര് മുളയ്ക്കുവാണെങ്കിൽ അനേകരതിനാൽ മല്ലപ്പെടും, നമ്മൾ തന്നെ മല്ലപ്പെട്ടു. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നോക്കണം, ശ്രമിക്കണം. ആ കയ്പുള്ള വേര് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനോ വളരുവാനോ അനുവദിക്കരുത്. അങ്ങനെ അനേക സഭകൾ പോലും നശിച്ചു പോയത് നമ്മുടെ മുമ്പിൽ ഈ കാലത്തിൽ പോലും അങ്ങനെ ദൈവസഭകൾ പോലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയ്പുള്ള വേര് മുളച്ചുകൊണ്ട് നശിച്ചുപോയ അനേക സഭകളെ കുറിച്ച് പോലും നമുക്ക് അറിയാൻ കഴിയുന്നു. അനേക കൂട്ടായ്മകൾ പോലും ശിഥിലമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാകട്ടെ.